വെറുതെ ഇരിക്കുമ്പോൾ കാഫിലോ മസിൽസിലോ ക്രാംസ് വരാം. അത് പലർക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മിക്കവാറും നമുക്ക് സോഡിയം പൊട്ടാസ്യം ആ ഒരു ലെവൽ കുറയുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗെയിം കളിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സോൾട്ട്സ് ആൻഡ് മിനറൽസ് നമുക്ക് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ റിക്കവറിക്ക് വേണ്ടിയിട്ടും അത് ക്രാമ്പ് ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അതിനെ ആ ഒരു പെർട്ടിക്കുലർ മസിൽസ് നല്ല രീതിയിൽ ഓവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് റിക്കവറിന്റെ ഭാഗമായിട്ട് അത് പൾസേറ്റ് ചെയ്യുന്നതാണ്. അതും ചിലപ്പോൾ ക്രാമ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇല്ലേ, ക്രാമ്പാണ് അത്. ഇത് ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെറുതായിട്ടൊന്ന് അസസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം സ്വെറ്റ് ചെയ്തിട്ടുണ്ട്. സ്വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടീഷർട്സിന് ചുറ്റും ഒരു നല്ലൊരു വെള്ള കളറ്, അത് സോൾട്ട് ആൻഡ് മിനറൽസ് നഷ്ടപ്പെട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ആ സോൾട്ട് മിനറൽസും ടീഷർട്ടിന് ഇരിക്കുന്നതാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അറിയാൻ തോന്നും. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വെറുതെ ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഇലക്ട്രോലൈറ്റോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രാംസിന്റെ ഒരുവിധമൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ലെമൺ ആൻഡ് സോൾട്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. റിക്കവറിക്കും ബെനിഫിഷ്യൽ ആണ്. ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ ക്രാംസ് വരാം. അത് കുറയ്ക്കാനായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് യൂറിനേറ്റ് ചെയ്യുന്നതും അത്യാവശ്യമാണ്.